സ്കൂളിലെ ഈ സൂംബയെ എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? മതപരമായ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നവരെന്ന നിലക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിച്ച ഈ നൃത്ത പരിപാടി അതിൽ ഒരുപാട് അപകടങ്ങൾ ഞങ്ങൾ കാണുകയാണ്. എന്തൊരു കോമഡിയാന്ന് നോക്കിയേ, എന്തല്ലേ നന്നായത്. നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. അതായത് ഇതൊരു നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്ന ഒരു നൃത്ത സംവിധാനമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. പാഠം 1: മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. പാശ്ചാത്യ സംസ്കാരം, ആ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ചില ബോധപൂർവമായ നീക്കങ്ങളാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും അതിൽ ഞങ്ങൾ അപകടം കാണുകയാണ്. പ്രത്യേകിച്ച് മതവിശ്വാസികൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കുറച്ച് കണിശമായ നിലപാടുണ്ട്. കഷ്ടം, നാണമില്ലടോ. അതായത് അതിൻ്റെ മുച്ചൂടം കാര്യങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ കൾച്ചറിന് ചേർന്നതല്ല. അല്ല, സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് കൊടുത്ത ചില മോഡലുകളൊക്കെ ഉണ്ട്, ചില വീഡിയോസൊക്കെ ഉണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ അതിൽ ഒന്ന് അർദ്ധ നഗ്നാവസ്ഥയിലാണ് ആ ഡാൻസുകളൊക്കെ നടക്കുന്നത്. 2 മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ഈ ഇടകലർന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ആളുകളാണ്. പടച്ചോന്റെ കിതാബില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ സ്ഥാനമാണ്. അത് നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അവിടെ പോയാൽ ഒരു പക്ഷേ ഇതൊരു പുതുമയുള്ള കാര്യമായിരിക്കില്ല. അല്ല, ഇത് വഴിതെറ്റാൻ സാധ്യതയുള്ള മേഖലയാണ്. വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. നമുക്കൊന്ന് വിശദീകരിച്ചു പോകാം. കാരണം താങ്കളെ കേൾക്കുന്നവർക്കും ക്ലാരിറ്റിക്ക് നല്ലതായിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ അർദ്ധനഗ്നാവസ്ഥയിൽ വേണം ഇത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ടോ? ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റൂല. അല്ല, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വിട്ട വീഡിയോകളിലൊക്കെ കാണുന്ന അത് ശരി, സൂംബ ചെയ്ത ആളുകളുടെ വസ്ത്രം, അതുകൊണ്ട് ആ വസ്ത്രം അനുസരിച്ച് വേണം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത. അല്ല, സൂംബ എന്നതിനെ കുറിച്ച് കൊണ്ടിന്ന് ലോകത്തൊരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. ഇപ്പൊ നമ്മൾ നെറ്റ് അടിച്ചാൽ നമുക്ക് സൂംബ എന്ന് അടിച്ചാൽ നമുക്ക് കേരളത്തിലേക്ക് സ്കൂളിലേക്ക് ഇത് വരുമ്പോൾ അതിൽ ഇതിങ്ങനെ അർത്ഥനഗ്നത എന്നുള്ളത് നിങ്ങളുടെ ഒരു ബോധ്യമല്ലേ, നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ലേ? സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വേണമെന്ന്? ഏതെങ്കിലും സ്കൂളുകൾക്ക് അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ്. കാലം മാറിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. തുടക്കത്തിലെ കല്ല് കടിച്ചാൽ പിന്നെ അത് ശരിയാവൂല. അല്ല, സർക്കാർ തിരിച്ചു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അതിൻ്റെതായ ആ രീതിയിൽ ചെയ്യണമെന്ന്? ഇല്ല, അത് ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, അർദ്ധനഗ്നമായ അവസ്ഥ മാത്രമല്ല, നമ്മുടെ കൾച്ചറിന് ചേർന്നതല്ലത്, നമ്മുടെ നാടിൻ്റെ കൾച്ചറിന് ചേർന്നതല്ല. ഇവിടെ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ, ഞാൻ ചോദിക്കട്ടെ, ഇത് ലഹരിയിൽ നിന്നുകൊണ്ട് മോചനം ലഭിക്കാൻ വേണ്ടി അവരുടെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഈ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന 5 വയസ്സുള്ള കുട്ടികൾ മുതലാണ് ഈ കളിക്കുന്നത്. അവർക്ക് എന്ത് സ്ട്രെസ്സാണുള്ളത്? സൂംബ ഒരു തരത്തിലും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. അത് മതവിരുദ്ധമോ, അത് സദാചാര വിരുദ്ധമോ, അത് സാംസ്കാരിക വിരുദ്ധമാണോ എന്ന് നിലപാടെടുക്കുമ്പോൾ അതിനൊരു പോയിന്റ് വേണം. താങ്കളുടെ പോയിന്റ് അത്ര സ്ട്രോങ് അല്ല. അതവന്റെ അടവ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. വിട്ടക്ക് അവന് പിടികൊടുക്കണ്ട. നല്ല സ്ട്രോങ് ആണ്, കൃത്യമാണ്. അതായത് ഞാൻ പറഞ്ഞ ഒന്ന് അർദ്ധനഗ്നകളായ ഒരവസ്ഥയിലേക്കാണ് നമ്മളിവിടെ ബോധ്യപ്പെടുന്നത്. അത് ആ രീതിയിൽ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്, നമ്പർ 1. അത് മാത്രമല്ല, ഇതിന് ഏതെങ്കിലും പഠനത്തിന് പിൻബലമുണ്ടോ? സോറി മിസ്റ്റർ കോയ,